നമ്മളിന്ന് ജീവനുകളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ബൈബിളിൽ 3 തരത്തിലുള്ള ജീവനുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന് ബയോസ് എന്ന് പറയുന്ന ജീവനാണ്. ബയോസ് നിന്നാണ് ബയോളജി എന്ന് പറയുന്ന പദം പുറത്തു വരുന്നത്. ബയോളജി എന്നാൽ ജീവശാസ്ത്രം. ജീവശാസ്ത്രത്തിൽ ജീവൻ്റെ ഘടനകൾ, പ്രവർത്തനം, വളർച്ച, അതിൻ്റെ പരിണാമം, ഇതൊക്കെ അതിനകത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം അനുസരിച്ച് ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോശമാണ്. ജീവൻ്റെ പാരമ്പര്യം രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പാരമ്പര്യത്തെ വഹിക്കുന്നത് ജീനുകളാണ്, സെല്ലുകൾ ആണ്. അടിസ്ഥാനം കോശമാണ്. അതിൻ്റെ പാരമ്പര്യത്തെ, ജീവനെ നിലനിർത്തുന്ന ഘടകം ജീനുകളാണ്. ഈ ജീവശാസ്ത്രത്തിൽ അടിസ്ഥാനത്തിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന സമയബന്ധിതമായ കാര്യത്തിൽ അല്ലെങ്കിൽ സമയത്തിൻ്റെ കീഴിലാണ് ഈ ജീവൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന് ഒരു ഉത്ഭവമുണ്ട്, ഒരു അവസാനവുമുണ്ട്. ഒരു സസ്യം വളരുന്നു, അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കും. അപ്പം ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൻ്റെ ഇതിനകത്ത് ആ വിഷയം കേന്ദ്രീകരിച്ച് ജീവശാസ്ത്രത്തിനകത്തുള്ള ജീവൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് സമയബന്ധിതമാണ്. അതിന് വളർച്ചയുമുണ്ട്, തളർച്ചയുമുണ്ട്, അതിനൊരു മരണവും ഉണ്ട്. അടുത്ത ഒരു ജീവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സൂക്കെ എന്ന് പറയുന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് പുറത്തു വന്നിരിക്കുന്നത്. മനസ്സ്, വികാരം, ഇച്ഛ ഇവയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരിധിവരെയും നമ്മുടെ ശരീരത്തെയും പരിതസ്ഥിതികളെയും എല്ലാം നമുക്ക് ഒന്ന് വാഴ്ച നടത്തുവാൻ കഴിയും. പഴയ നിയമം കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമ്മൾ പഠിച്ചാലേ നമുക്കിത് മനസ്സിലാകും. മനസ്സിൻ്റെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് മാനസികമായുള്ള ബലത്തിൽ നമുക്ക് വാഴ്ച നടത്തുവാൻ സാധിക്കും, ജീവിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും ആ സൂക്കെ ലൈഫിനകത്തും സമയബന്ധിതമാണ്. സൂര്യൻ്റെ കീഴിലുള്ള 24 മണിക്കൂറിനകത്ത് ഉള്ള കാര്യങ്ങൾ സൂര്യനും ചന്ദ്രനും ചലിക്കുന്നതിനനുസരിച്ച് മാത്രമേ അതിനകത്തുള്ള ജീവനും പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മൂന്നാമത്തെ ഒരു ജീവനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് സോയെ എന്ന് പറയുന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവനെ കുറിക്കുന്ന പദമാണ് സോയെ ലൈഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവം നിത്യനാണ്. നമ്മുടെ ദൈവം അദ്ദേഹത്തിന് മാറ്റമില്ല. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും ക്ഷയത്വമില്ല. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്താണോ അതേ ക്വാളിറ്റിയാണ് സോയെ ലൈഫിനകത്തും ഉള്ളത്. ദൈവത്തിന് മാറ്റമില്ല എങ്കിൽ ദൈവത്തിൻ്റെ ജീവനും മാറ്റമുണ്ടാകത്തില്ല. ദൈവത്തിന് ക്ഷീണമില്ല എങ്കിൽ ദൈവിക ജീവനും ക്ഷീണം ഉണ്ടാകത്തില്ല. ദൈവത്തിന് മരണമില്ല എങ്കിൽ ദൈവത്തിൻ്റെ ജീവനും മരിക്കത്തില്ല. ജീവൻ എന്ന് പറയുന്നത് അതിനകത്ത് ക്ഷയത്വമുണ്ടാകാൻ പാടില്ല, മരണമുണ്ടാകാൻ പാടില്ല, തളർച്ച ഉണ്ടാകാൻ പാടില്ല, അതിന് ക്ഷതമേറ്റാൽ അതിന് രൂപവ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തെ നമുക്ക് തകർക്കാൻ പറ്റത്തില്ല, ഉടയ്ക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം സർവശക്തനാണ്, ദൈവം നിത്യനാണ്, ദൈവൻ അനാദിയായി ശാശ്വതമായി നിലനിൽക്കുന്നവനായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആ ജീവനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ജീവനാണ് നിത്യ ജീവനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്.
നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് ഒരു ദൈർഘ്യമുള്ള ജീവനായിട്ട് നിങ്ങൾ കാണരുത്, പകരം ക്വാളിറ്റി ഉള്ളൊരു ജീവനായിട്ട് കാണണം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ദൈവത്തിന് എന്തൊക്കെ ക്വാളിറ്റികളുണ്ടോ ആ മുഴുവൻ ക്വാളിറ്റികളും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ജീവൻ്റെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് എന്തൊക്കെ ക്വാളിറ്റികളുണ്ടോ ആ ക്വാളിറ്റികളെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്. ദൂതന്മാർക്ക് ലഭിക്കാത്തത്, ആമേൻ, സ്വർഗീയ ജീവികൾക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക തരം ജീവൻ, ദൈർഘ്യമുള്ളതല്ല, പകരം ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത്. ഏത് ക്വാളിറ്റിയാണ്? ദൈവത്തിൻ്റെ അതേ ക്വാളിറ്റിയിലാണ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ വസിക്കുന്നത്. നിത്യജീവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് ഉളവായി വന്നതല്ല, അത് സൃഷ്ടിക്കപ്പെടാത്ത, ദൈവത്തെ ആരും ഉളവാക്കിയതല്ല, ദൈവത്തെ ആർക്കും സൃഷ്ടിച്ചുകൊണ്ട് വന്നതല്ല. ദൈവം എന്നേക്കുമായി ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നത് പോലെ, ദൈവം ഉണ്ടായിരുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ ദൈവത്തിൻ്റെ അവസ്ഥ എന്താണോ അതാണ് ജീവൻ എന്ന് പറയുന്നത്. അതിനകത്ത് ദൈവത്തിന് എന്തൊക്കെയുണ്ടോ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ നിത്യജീവനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവൻ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ അകത്ത് വന്നു എന്ന്, അതാണ് സത്യം. ഓക്കെ, 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾക്കകത്ത് ഇങ്ങനെ പറയുന്നു, ആ ജീവൻ പുത്രനിൽ ഉണ്ടായിരുന്നു. ഏത് ജീവനാ? ദൈവത്തിൻ്റെ ജീവൻ പുത്രനിലുണ്ടായിരുന്നു. ആ ജീവൻ പുത്രനിലുണ്ടായിരുന്നു. പുത്രനുള്ളവർക്ക് ആ ജീവൻ ലഭിക്കും. നിങ്ങൾ യേശുവെ എന്ന് വിളിച്ചുവെങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആളാണെങ്കിൽ, യേശു ആണ് എൻ്റെ രക്ഷകനെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ, പുത്രനിൽ നിങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ നിത്യജീവൻ നിങ്ങളുടെ അകത്ത് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ കുറച്ചു മുമ്പേ ബയോസിനെ കുറിച്ച് പറഞ്ഞു. ബയോസിൻ്റെ പ്രത്യേകത ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനമനുസരിച്ച് ഉളവാകുന്ന ടൈമിനകത്താണ് അവ ചലിക്കുന്നത്. എന്നാൽ ദൈവം ചലിക്കുന്നത് സമയത്തിനകത്തല്ല പ്രിയരെ, സമയത്തിന് വെളിയിലാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സമയത്തിനകത്തല്ല ചലിക്കുന്നത്, ദൈവം ചലിക്കുന്നത് ദൈവത്തിൻ്റെ ടൈമിനനുസരിച്ചാണ് ചലിക്കുന്നത്. അതിന് കൈറോസ് എന്ന് പറയുന്നൊരു പദമാണ്, അതിലേക്ക് ഞാനിപ്പം പോകുന്നില്ല. നമുക്ക് ഒരു പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ രാവിലെ മുതൽ സന്ധ്യ വരെയും അതിൻ്റെതായ സിസ്റ്റത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഒരു പ്രവർത്തന ശൈലി. എന്നാൽ എൻ്റെ ദൈവത്തിന് അത് രാത്രിയെന്നോ രാവിലെയെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ദൈവം ഈ രാത്രിയിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ, ഈ പകലിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പം ബയോസിൻ്റെ പ്രത്യേകത സമയബന്ധിതമാണെങ്കിൽ, സോയെ ദൈവത്തിൻ്റെ ജീവൻ്റെ പ്രത്യേകത സമയത്തിന് അതീതമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ഇത് വിവരിക്കാം. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ മോശയോടും അഹരോനോടും ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കി. അഹരോൻ പൗരോഹിത്യം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഹരോൻ മാത്രമേ ഉള്ളൂ ശുശ്രൂഷകൻ, ഞങ്ങൾക്കും ഇത് പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 12 ഗോത്ര തലവന്മാരെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ വടിവെട്ടിക്കൊണ്ട് പോകുക, അഹരോനും വടിവെട്ടട്ടെ, എന്നിട്ട് ദൈവസന്നിധിയിൽ ഇടട്ടെ എന്ന് പറയുന്നു. രാത്രി കഴിയുമ്പോൾ ഞാൻ തെളിയിക്കാം ആരാണ് യഥാർത്ഥ ശുശ്രൂഷകൻ, ഞാൻ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തെളിയിക്കാമെന്ന് പറഞ്ഞ് ഇവർ വടിവെട്ടിക്കൊണ്ടുവന്നു, ദൈവസന്നിധിയിലിട്ടു. അഹരോൻ്റെ വടി അടുത്ത ദിവസം പൂത്തു, അത് കിളിർത്തു, പൂത്തു, കായ്ച്ചു, ബദാം വൃക്ഷമായിട്ട് അല്ലെങ്കിൽ ബദാമിൻ്റെ ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു വൃക്ഷത്തിൻ്റെ കമ്പ്, ഒരു ചെടിയുടെ കമ്പ് നട്ടാൽ അതിന് ഒറ്റ രാത്രി കൊണ്ട് അതിന് ഒരു പക്ഷെങ്കിൽ വേര് പിടിച്ചേക്കാം, എന്നാൽ അത് തളിർക്കത്തില്ല. ഇനി ഒരു രാത്രി കൊണ്ട് തളിർത്താൽ പോലും അതിനകത്ത് പൂ വരാൻ സാധ്യതയില്ല. ഇനി പൂ വന്നാൽ പോലും കായ്ച്ച് അത് ഫലവത്താകണമെങ്കിൽ അതിൻ്റെ സീസണുകൾ വേണം.
തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, തിരുവചനം പറയുന്നത് കായ്ക്കാനൊരു സീസൺ ഉണ്ടെങ്കിൽ പൂക്കാനൊരു സീസൺ, ഫലം കായ്ക്കാനൊരു സീസൺ, ഫലം എടുക്കാനൊരു സീസൺ ഉണ്ടെന്നാണ്. പ്രിയരെ, ഈ സീസണുകളെല്ലാം കർത്താവ് മാറ്റിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ ദൈവസന്നിധിയിൽ വെച്ച ആ കമ്പ് കിളിർത്തു പൂത്തു കായ്ച്ചതുപോലെ ദൈവത്തിൻ്റെ ജീവൻ്റെ പ്രത്യേകതയാണ് പ്രിയരെ. അതിന് നമ്മുടെ സമയത്തിലല്ല അത് ചലിക്കുന്നത്, അത് ദൈവത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ജീവൻ്റെ വ്യാപാരം ഉണ്ടാകുമ്പോൾ ആമേൻ, ഈ ഭൂമിയുടെ സമയത്തിനതീതമായി നിങ്ങളുടെ അകത്ത് ഒരു അത്ഭുതം ചെയ്യുവാൻ ഈ ജീവന് പറ്റും. ഒരിക്കൽ യേശു കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയുന്നു, ഇവിടെ വീഞ്ഞില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം, ഒരു വീഞ്ഞ്, മേൽത്തരമായൊരു വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് 21 ദിവസം എടുക്കും. ഞാൻ ആ മുന്തിരി ഫലം നമ്മുടെ കരത്തിൽ കിട്ടുമ്പോൾ മുതലുള്ള ടൈമാണ് പറഞ്ഞത്. 21 ദിവസം എടുക്കും. മുന്തിരി ഫലം മുന്തിരിങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ജാറിനകത്തിട്ട് അതിൻ്റെതായ മറ്റ് സാമഗ്രികളോടെ സെറ്റ് ചെയ്തിട്ട് 21 ദിവസം അനക്കാതെ വെച്ചിരുന്നാൽ മേൽത്തരമായി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വീഞ്ഞ് കിട്ടും. എന്നാൽ ഇവിടെ മുന്തിരിയുമില്ല, വെറും പച്ചവെള്ളം മാത്രം എടുത്തിട്ട് യേശു മേൽത്തരമായ വീഞ്ഞ് ഉണ്ടാക്കിയെങ്കിൽ അതിനർത്ഥം 21 ദിവസം, എൻ്റെ ഭാഷയിൽ 21 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട വീഞ്ഞിനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് മാറ്റിയെങ്കിൽ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചെങ്കിൽ അതിനർത്ഥം ദൈവത്തിൻ്റെ ജീവന് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പ്രിയരെ, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന നിത്യജീവൻ അത് സ്വർഗത്തിൽ കൊണ്ടുപോയി നിങ്ങളെ അവിടെ സെറ്റ് ചെയ്യാനുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിൽ വെച്ച്, ഈ സമയത്തിനകത്ത് വെച്ച് നിങ്ങളുടെ ലൈഫിനകത്ത് ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ ജീവന് സാധിക്കും. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. യേശു നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിത്യജീവൻ വന്നെന്നർത്ഥം. യേശു ഒരിക്കൽ ലാസറിൻ്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് വിളിച്ചു, ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അവിടെ ഇങ്ങനെ സഹോദരി പറഞ്ഞിരിക്കുന്ന, യേശുവേ ഇത് നാറ്റം വെച്ചെന്ന് പറഞ്ഞു. അതായത് ലാസറിൻ്റെ കണ്ണ് അഴുകിയേക്കാം. ഇവരുടെ സിസ്റ്റം അനുസരിച്ച്, യഹൂദൻ്റെ സിസ്റ്റം അനുസരിച്ച് ഒരു പക്ഷെങ്കിൽ ഇന്നർ ഓർഗൻസ് മുഴുവൻ എടുത്ത് മാറ്റിയേക്കാം. നമ്മളതിപ്പം ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു ഫുൾ ബോഡി, ഇന്നർ പാർട്ടുള്ള ഫുൾ ബോഡി ആയിട്ട് തന്നെ ലാസറിനെ കല്ലറയിൽ വെച്ചെന്ന് നിങ്ങൾ കരുതുക. അവിടെ ഇപ്പോൾ നാറ്റം വെച്ചെന്ന് പറഞ്ഞാൽ ഇന്നർ പാർട്ടുകൾ അളിഞ്ഞു തുടങ്ങി. കരൾ അളിഞ്ഞു, ഹാർട്ടുകൾ അളിഞ്ഞു, കണ്ണുകൾ, അതിൻ്റെ അസ്ഥിയിൽ നിന്ന് മാംസം വേർവിട്ടു തുടങ്ങി, ഞരമ്പുകൾ അളിഞ്ഞു കാണാം. എന്നാൽ യേശു ആ നാറ്റം വമിക്കുന്ന ആ കല്ലറയുടെ വാതുക്കൽ ചെന്ന് നിന്നിട്ട്, അർത്ഥം യേശു ആരാ? ജീവനാണ്. ജീവൻ കല്ലറയുടെ വാതുക്കൽ വന്ന് നിന്നു. നാറ്റം വഹിക്കുന്ന ആ പ്രോബിളത്തിൻ്റെ, ലാസർ എന്ന് പറയുന്ന ആ പ്രോബിളത്തിൻ്റെ ആ വാതുക്കൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ലാസറേ നീ പുറത്തു വരാൻ പറഞ്ഞു. ജീവൻ്റെ ശബ്ദം ഈ ബോഡിയിൽ ചെന്ന് തട്ടിയതോടുകൂടെ അഴുകി തുടങ്ങിയ ഇന്നർ പാർട്ടുകൾക്കകത്ത് ജീവൻ വ്യാപരിച്ചതുപോലെ നിങ്ങളുടെ അകത്ത് വന്ന ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത്, നിങ്ങളുടെ പ്രതിസന്ധികൾക്കകത്ത് സമയത്തിനതീതമായി ഒരത്ഭുതം ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്കിത് ലഭിച്ചു എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുന്നത്? നമ്മുടെ അകത്ത് ഈ ജീവൻ വന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതുകൂടെ പറഞ്ഞ് നമ്മളിന്ന് ഈ സെക്ഷൻ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് 1-ാം അധ്യായം, അതിൽ ഇങ്ങനെയാണ് ആ ഭാഗം കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ന്റെ
1 മുതൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അങ്ങനെ തുടങ്ങി താഴോട്ട് വരുമ്പോൾ വചനത്തിൽ അവനിൽ ജീവനുണ്ടായിരുന്നു. വചനത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. വചനം ആരാണ്? യേശുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയാണ്. എന്തിനാണ്? ഈ വചനമാണ് ക്രിസ്തു എന്ന്, യേശു വചനമാണ്, വചനം ജഡമായതാണ് എന്ന് യഹൂദനെ പഠിപ്പിക്കുവാനാണ്, യഹൂദനോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ യോഹന്നാനിത് വചനത്തിൽ തൊട്ട് വചനത്തിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വചനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതി വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവനിൽ വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വചനത്തിനകത്ത് ജീവനുണ്ട്, വചനം യേശുവാണ്, വചനത്തിനകത്ത് ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചം. എന്നിട്ട് പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ അടക്കിയില്ല. നമുക്കറിയാം, ഇരുളെന്ന് പറയുന്നത് അന്ധതയാണ്, അതൊരു പൈശാചികമാണ്. എന്നാൽ നിൻ്റെ ലൈഫിനകത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വചനത്തിൻ്റെ വെളിപ്പാട് വന്നാൽ, വചനം നമ്മുടെ അകത്ത് പ്രകാശമായാൽ, ഇവിടെ ഭാഗം എന്താ പറയുന്നത്? ഒരു വ്യക്തിക്ക് വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ വചനത്തിൻ്റെ ജീവൻ ലഭിച്ചെന്നർത്ഥം. വചനം കാണാതെ പഠിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വചനം ചുമ്മാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. വചനത്തെക്കുറിച്ച്, വചനത്തിനകത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ഭാഗം നിങ്ങളുടെ അകത്തേക്ക് വന്ന് അതൊരു പ്രകാശമായി തീർന്നാൽ നിങ്ങളുടെ അകത്ത് ജീവൻ വന്നെന്നർത്ഥം. ഞാൻ പഴയ നിയമത്തിൽ ഒരു ഭാഗം ഞാൻ കാണിക്കാം. നമ്മുടെ ദാവീദ് ഒരിക്കൽ 2-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 2:7. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് പ്രിയരെ, ഈ വാക്യം സത്യത്തിൽ പിതാവ് പുത്രനോട് പറയുന്നതാണ്. നമുക്കറിയാം, യോർദാൻ്റെ തീരത്ത് യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ ശബ്ദം യേശുവിനോട്, പുത്രനോട് പിതാവ് പറയുന്നതാണ് ഈ ശബ്ദം. എന്നാൽ പുത്രൻ വരുന്നതിന് മുമ്പ്, വചനം ജഡമാകുന്നതിന് മുമ്പ് ഈ ശബ്ദം ദാവീദ് കാട്ടിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദാവീദ് ഇത് കേൾക്കുകയാണ്. യേശു വചനമായി അല്ലെങ്കിൽ വചനം ജഡമായി യേശു എന്നുള്ള പേരിൽ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് പിതാവ് പുത്രനോട് പറയുന്ന ഈ സന്ദേശം, പിതാവ് പുത്രനോട് പറയാനിരിക്കുന്ന ഈ സന്ദേശം ആരാധിക്കുന്ന ദാവീദ് തൻ്റെ ആത്മമണ്ഡലത്തിൽ ഇത് മനസ്സിലാക്കി തുടങ്ങുകയാണ്. ഞാൻ എന്നോട് ആവർത്തിക്കുന്നു, ആമേൻ. ദാവീദ് കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. വചനം ജഡമായി യേശുവെന്ന് പറഞ്ഞ് ആ പേരിൽ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ ദാവീദ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നാൽ വരാനിരിക്കുന്ന മശിയയെക്കുറിച്ചുള്ള വെളിപ്പാട്
ആരാധിക്കുന്നവൻ്റെ ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ടു. അതിപ്രകാരമാണ് പിതാവ് പുത്രനെക്കുറിച്ച് പറയുന്ന ആ കാര്യം ദാവീദ് കേൾക്കുന്നത്. പിതാവ് ദൈവം ദാവീദിനോട് പറയുന്നത് പോലാണ് ദാവീദിന് മനസ്സിലാകുന്നത്. ഇതാ വെളിപ്പാടെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കണം. പിതാവ് പുത്രനോട് പറയുന്ന കാര്യം ദാവീദ് ഇത് കേൾക്കുന്നത് യഹോവ ദാവീദിനോട് പറയുന്നത് പോലാണ്. ദാവീദ് അന്നേരം പറയാണ്, ഞാൻ ഈശായുടെ മകനാണ്, പക്ഷെങ്കിൽ യഹോവ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് പഴയ നിയമത്തിനകത്ത് വീണ്ടും ജനനം എന്ന് പറയുന്ന ആ സിസ്റ്റം, ആ ദൈവിക മഹത്വകരമായ ആ പദ്ധതിയെ ആദ്യം ആസ്വദിച്ചത് എനിക്ക് തോന്നിക്കുന്നു ദാവീദാണെന്ന് തോന്നിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ വന്ന നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, യഹൂദൻ്റെ നീ ബൈബിൾ സ്റ്റഡി എടുക്കുന്ന ആളല്ലേ, യഹൂദനെ നീ വചനം പഠിപ്പിക്കുന്ന ആളല്ലേ, വീണ്ടും ജനനത്തെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ, നിനക്ക് തിരിച്ചറിയത്തില്ലേ എന്ന് ചോദിക്കാൻ കാരണം ഇതാണ്. പഴയ നിയമത്തിനകത്ത് വീണ്ടും ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് യേശു നിക്കോദിമോസിനോട് പറയുന്നത് ഈ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാവീദ് ഈ ദൈവശബ്ദം കേട്ടപ്പോൾ ദാവീദിന് മനസ്സിലായി, ഇത് എന്നോട് പറയുന്നതായിട്ട് ദാവീദിന് തോന്നി. ദാവീദ് പറയും, ഞാൻ ഈശായുടെ മകനാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെങ്കിൽ യഹോവ എന്നോട് പറയുന്നു അവൻ്റെ മകനാണെന്ന്. ഈ ബോധ്യമാണെന്ന് തോന്നിക്കുന്നു ദാവീദിനെ രാജാവാക്കി, ദാവീദിനെ യുദ്ധത്തിൽ ജയിക്കുന്നവനാക്കി, ശത്രുവിൻ്റെ മുമ്പിൽ ധീരനാക്കി മാറ്റി. പ്രിയരെ, ഇതുപോലെ വചനം നിങ്ങൾക്ക് വെളിപ്പാടാകണം. യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് ദാവീദ് യഹോവയെ നോക്കി പറഞ്ഞതാണ്. എന്നാൽ ആ വചനം നിങ്ങളുടേതായിട്ട് മാറണം. എനിക്ക് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് പറയുന്നു. അത് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അത് നിങ്ങളെ നോക്കി പറഞ്ഞതായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം വരുന്ന ആ മേഖലയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളുടേതായിട്ട് മാറണം. നിങ്ങളോട് നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിക്കുന്നുവെങ്കിൽ ആ വചനത്തിനകത്ത് ഒരു പ്രത്യേകതരം ജീവനും ഉണർവും വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ ഞാൻ പറയുന്നു വെളിപ്പാടെന്ന് പറയുന്നു. ആ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടുന്ന അടുത്ത മിനിറ്റിൽ നിങ്ങൾക്ക് ഏത് വചനമാണോ തുറന്നു കിട്ടിയത് ആ വചനത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് വന്നു കഴിയും. ബൈബിൾ വായിക്കുമ്പോൾ സൗഖ്യത്തെക്കുറിച്ചുള്ള വചനത്തിൻ്റെ വെളിപ്പാടാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അടുത്ത മിനിറ്റിൽ ആ വാക്യത്തിനകത്തുള്ള ജീവൻ നിങ്ങളുടെ അകത്ത് വരും. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പ്രകാശനമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അടുത്ത മിനിറ്റിൽ ആ വചനത്തിനകത്തുള്ള ശക്തി നിങ്ങളുടെ അകത്ത് വരും. വചനത്തിൽ ജീവനുണ്ട് പ്രിയരെ. വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടുക എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് വരുന്നു എന്നാണ് അർത്ഥം. ഇന്നും മുതൽ നിങ്ങൾ തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ലൈഫ് നിങ്ങളുടെ അകത്തേക്ക് വരാൻ വേണ്ടി വെറുതെ മനോരമ പേപ്പർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിച്ചു വിടുന്ന പോലെ വിടരുത്. ഇന്നും മുതൽ നിങ്ങൾ അതിന് വെളിപ്പാടായിട്ട് നിങ്ങളുടെ അകത്ത് കൊണ്ടുവരണം. നിങ്ങളുടെ അകത്ത് ഈ വാക്യങ്ങൾ പ്രകാശമായി തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഒരിക്കൽ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ സഞ്ചരിക്കുമ്പോൾ യേശു ചോദിച്ചു, എന്നെക്കുറിച്ച് നാട്ടുകാർ എന്താ പറയുന്നത്, ഈ ഏരിയയിലുള്ള ആളുകൾ എന്താ പറയുന്നത്? അവർ പറഞ്ഞ് ചിലർ യോഹന്നാനെന്നും ചിലർ ഏലിയാവെന്നും ചിലർ ഇരമ്യാവെന്നും മറ്റേ പ്രവാചകന്മാരെന്നും പറഞ്ഞു. യേശു ചോദിച്ചു, യെസ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ വെളിപ്പാട്? 11 അച്ചാച്ചന്മാർ സൈലൻ്റ് ആയപ്പോൾ ഒരാൾ യേശുവിനെ നോക്കി പറയുക, യേശുവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പത്രോസിനെ നോക്കി, ആ പറഞ്ഞ പത്രോസിനെ നോക്കി യേശു പറയുക, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ
പിതാവത്രേ. അടുത്ത മിനിറ്റിൽ പത്രോസിനോട് പറയാ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കരങ്ങളിൽ, നീ കെട്ടിയാൽ കെട്ടും, നീ അടിച്ചാൽ അടിച്ചിരിക്കും. പ്രിയരെ, വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുന്ന അടുത്ത മിനിറ്റിൽ ചില താക്കോലുകൾ, ചില അധികാരങ്ങൾ ആ വചനത്തിലൂടെ നിങ്ങളിലേക്ക് പ്രവേശിക്കും. ആ വചനത്തിലുള്ള ജീവനും, ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന അധികാരവും, ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വെളിപ്പാടുകളും, ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേകവും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന വചന വെളിപ്പാടിലൂടെ നിങ്ങളുടെ അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കുക, വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, വചനവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക. വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തി തിരുവചനവുമായി നിങ്ങൾ ഇടപഴകണം. തിരുവചനത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. പ്രിയരെ, ഒരു ചടങ്ങിന് വേണ്ടി ബൈബിൾ വായിക്കരുത്, അതിനകത്തുള്ള ജീവനെ പുറത്തെടുക്കുവാൻ വേണ്ടി വായിക്കണം. ഒരിക്കലൊരു യൗവനക്കാരൻ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ്റെ അരികിൽ വന്നിട്ടായി ചോദിക്കുന്നത്. യേശുവാണ് നിത്യജീവൻ, യേശുവാണ് പുനരുദ്ധാനം, യേശുവാണ് ജീവൻ, യേശുവാണ് സത്യം. ആ ജീവൻ്റെ അരികിൽ വന്നിട്ട് ഈ യൗവനക്കാരൻ ചോദിക്കുകയാണ്, അതിനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശു പറഞ്ഞു, നീ സകലതും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു. അതായത് ന്യായപ്രമാണം മുഴുവൻ വായിച്ചു പഠിച്ചിട്ടും ജീവൻ കിട്ടത്തില്ല പ്രിയരെ. വചനം വായിച്ച് പഠിച്ചാൽ അത് ചെയ്യാൻ തുടങ്ങിയാലൊന്നും ജീവൻ കിട്ടത്തില്ല പ്രിയരെ. ജീവൻ കിട്ടണമെങ്കിൽ ഈ ബൈബിളിനകത്തുള്ള വെളിപ്പാടായിട്ട് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറണം. അർത്ഥം ഞാൻ ആവർത്തിക്കാം, ഈ ബൈബിളിലുള്ള വാക്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇതിനകത്ത് ദാവീദിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, ഇതിനകത്ത് പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, രാജാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവരോട് സംസാരിച്ചതാണ് അവരെഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അവരോട് സംസാരിച്ച ആ വാക്യങ്ങൾ, ആ വേദഭാഗം, ആ പുസ്തകത്തിനകത്തുനിന്നും നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ അതിനർത്ഥം ആ വാക്യത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്ക് വരുന്നുണ്ടെന്നാണ്. ഒരു വാക്യം വായിക്കുമ്പോൾ അതിനോട് സാമ്യമുള്ള അടുത്തൊരു വാക്യം കിട്ടുന്നതല്ല വെളിപ്പാട്. ഒരു വാക്യം വായിക്കുമ്പോൾ അതിനോട് സാദൃശ്യം പറ്റുന്ന, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വാക്യം കൂടെ കിട്ടി, അതല്ല വെളിപ്പാട്. ആ വാക്യം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നിന്നും നിങ്ങൾക്ക് ഒരു ജീവൻ്റെ പകർച്ച ഉണ്ടാകണം. ആ വാക്യം നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം. ആ വാക്യം നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യണം. ആ വാക്യം നിങ്ങൾ എപ്പോഴൊക്കെ വായിക്കുമോ അപ്പോഴൊക്കെ നിങ്ങൾ ആത്മാവിലാകണം. ഇഷ്ടപ്പെട്ടൊരു വാക്യം എന്ന് പറഞ്ഞിരുന്നേക്കരുതേ. ഇന്ന് മുതൽ ആ വാക്യത്തിൻ്റെ മുമ്പിൽ ആ വാക്യത്തെ നിങ്ങൾ മുട്ടണം, വാക്യത്തെ അന്വേഷിക്കണം, വാക്യത്തിനോട് ചോദിക്കണം. അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, ചോദിപ്പീൻ. ഈ വാക്യത്തോട് നിങ്ങൾ സംസാരിക്കണം. ദൈവവചനത്തോട് ഇതിൻ്റെ മർമ്മങ്ങൾ തുറന്നു തരാൻ പറയണം. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അത് തുറന്നു കൊടുത്തു. അവരുടെ ഹൃദയം കത്താൻ തുടങ്ങി. യെസ്, ഒരു വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ വെളിപ്പാടുകൾ കിട്ടുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കത്താൻ തുടങ്ങും. തളർന്നു കിടക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കത്തിക്കയറാൻ തുടങ്ങും. തളർന്നു കിടക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകൾ ജ്വലിക്കാൻ തുടങ്ങും. നിരാശപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ജീവിതം പവർഫുള്ളാകാൻ തുടങ്ങും. ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ജീവൻ, ദൈവത്തിൻ്റെ ക്വാളിറ്റിയുള്ള, ദൈവത്തിൻ്റെ ശക്തിയുള്ള
ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ആ ജീവൻ പ്രാപിക്കുവാൻ ഈ തിരുവചനവുമായി മണിക്കൂറുകൾ ചെലവഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ അഭിഷേകവും കർത്താവിൻ്റെ ബലവും ആ തിരുവചനത്തിലൂടെ നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.